ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു നാടൻ വെജിറ്റബിൾ കറി ആയിട്ടാണ്. വളരെ രുചികരമായിട്ടുള്ള ചെറിയ ചേമ്പ് കറിയാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം ചെറിയ ചേമ്പാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ചട്ടിയിലോട്ട് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെക്കുകയാണ്. ഇതൊന്ന് കുക്കായിട്ട് വരട്ടെ. ഇപ്പോഴത്തെ കറി നല്ലപോലെ തിളച്ച് ചേമ്പൊക്കെ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും അടച്ച് വെക്കുകയാണ്. ചേമ്പൊക്കെ നല്ല പാകത്തിനൊന്ന് കുക്കായിട്ട് വരട്ടെ. ഇനി കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് മിക്സർ ഒരു ചെറിയ ജാറിലോട്ട് അരമുറി തേങ്ങ ചുരുകിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 3 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി കറി എന്തായെന്ന് തുറന്നു നോക്കാം. കണ്ടോ, നല്ലപോലെ തിളച്ച് ചേമ്പൊക്കെ നല്ല പാകത്തിന് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ചേമ്പ് ഓവറായിട്ട് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ കഴിക്കുമ്പോൾ കഴിക്കുന്ന ഒരു പാകത്തിൽ കിട്ടണം. ഇനി ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ജാറ് കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാണ്. നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ ചെറിയ ചേമ്പ് കറിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമ്മുടെ ഈ ഒരു ചേമ്പ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പുളിവെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഇതാ കറി നല്ല പാകത്തിന് തന്നെ കുറുകിയിട്ടുണ്ട്. ഇനി ഇത് ചട്ടിയിൽ ഇരിക്കും തോറും ഒന്നുകൂടി ഒന്ന് കുറുകി വരും. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം വറവ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 3 വറ്റൽമുളക് അരിഞ്ഞത് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നേരെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നാടൻ ചെറിയ ചേമ്പ് കറി റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ചോറിനൊപ്പം കഴിക്കാൻ ഏറ്റവും രുചികരമായിട്ടുള്ള ഒരു ചേമ്പ് കറി കൂടിയാണിത്. നമ്മൾ ഈ ഒരു കറിയിൽ പുളിവെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ കറിക്ക് നല്ല ടേസ്റ്റുമാണ്. പിന്നെ അതുമാത്രമല്ല, കൊഴുപ്പും ഉണ്ടാവില്ല. കൊഴുപ്പുണ്ടാവുമെന്ന് വെച്ചിട്ട് അധിക പേരും ചെറിയ ചേമ്പൊന്നും അങ്ങനെ കറി വെച്ച് കഴിക്കാറില്ല. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവർക്കും എൻ്റെ നാടൻ ചെറിയ ചേമ്പ് കറി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.